വിവാദ പ്രസംഗവുമായി വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി കൂടിയായ ആർ ശ്രീലേഖ കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുമ്പോൾ പോലും കണ്ണടച്ചിരിക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളതെന്ന് ശ്രീലേഖ. കേരളത്തിൽ സ്ത്രീ സുരക്ഷയില്ലാത്തത് അതുകൊണ്ടാണെന്നും ശ്രീലേഖ പ്രസംഗത്തിൽ പറഞ്ഞു. സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ കുറ്റം നടത്തുന്നത് ഒന്നും വലിയ പുത്തരിയല്ല, അതൊന്നും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ കരുതുന്ന ഒരു സമൂഹമുണ്ട്. പ്രത്യേകിച്ചും ലവ് ജിഹാദ് പോലെയുള്ള അതിക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വരെ നടക്കുമ്പോൾ കണ്ണടയ്ക്കുന്ന ഒരു സർക്കാർ, അവിശ്വാസി ആയിട്ടുള്ള, അതായത് ദൈവവിശ്വാസമില്ലാത്ത ഒരു സർക്കാരും ദൈവവിശ്വാസം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മന്ത്രിമാരും ഭരിക്കുന്ന ഒരു സർക്കാർ ആകുമ്പോൾ 100% അവർ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാറില്ല. ആർ ശ്രീലേഖയ്ക്കെതിരെ എ റഹീം രംഗത്തെത്തി. ശ്രീലേഖയുടെ ആരോപണം ശുദ്ധ അസംബന്ധമാണ്. കേരളത്തെ അപമാനിക്കാനും മുസ്ലിം വിഭാഗത്തെ അധിക്ഷേപിക്കാനും നടത്തുന്ന ബോധപൂർവമായ പ്രചരണമാണിതെന്നും എ റഹീം പ്രതികരിച്ചു. ശുദ്ധ അസംബന്ധമാണ് കേരളത്തെ അപകീർത്തിപ്പെടുത്തുക, മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ വിദ്വേഷം പടർത്തുക, വളരെ ബോധപൂർവം നടത്തുന്ന നീക്കമാണ് ഇത്. അത് സംഘപരിവാറിനൊരു കൃത്യമായ നീക്കമാണ്. അത് ഒരു വസ്തുതയുമില്ലാത്ത കാര്യം അവർ പറയുകയും അത് വീണ്ടും സാമുദായിക സ്പർദ്ധ സൃഷ്ടിക്കുന്നതിനുള്ള BJP സ്ഥാനാർത്ഥിയുടെ ശ്രമമാണ്. അത് വിലപ്പോകില്ല.